നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിലിനി ഈ പിന്നെ മാറിയിരിക്കുന്നതെന്ന് പറയുന്ന സിമ്പിളായിട്ടുള്ള രണ്ട് കാര്യം, രണ്ട് ഷോക്ക് രണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഈ ഷോക്ക് കണക്ട് ചെയ്യുന്നത് ഇതിനെന്തോ ടീ സ്റ്റമ്പിൻ്റെ കൂട്ടത്തിൽ വരുന്ന എന്തോ സംഭവമാണ്, അതിൻ്റെ പേര് കൺവെയറുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം അതും മാറിയിട്ടുണ്ട്. പിന്നെ വരുന്ന ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് ഇതാണ് ഏറ്റവും ലാസ്റ്റ് അവർ മാറിയത്. ഇത് അതെ ബെൻഡ്, ഇതിൻ്റെയും ബെൻഡ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും വെച്ച് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി കറക്റ്റ് അലൈൻമെന്റ് സീറ്റിംഗ് ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആയിപ്പോയി. അപ്പോൾ ഇടി മൊത്തം അവിടെ ആയിരിക്കും വീണത്. ഓക്കെ, എന്തായാലും ഇത്രയും സാധനങ്ങൾ മാറിയിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഏകദേശം അതെ ഡിസ്ക് മാറിയിട്ടില്ല, ബാക്കി ടയർ നമ്മൾ അറിയല്ലേ, ടയറും ഡിസ്ക് മാറിയിട്ടില്ല. ടയറും ഡിസ്ക് മാറിയിട്ടില്ല. ഇതിന്റെ ഈ ഒരു ഷാഫ്റ്റ് മാറിയിട്ടില്ല. ഇത് മാറിയില്ല. രണ്ട് മിറർ മാറി. പിന്നെ കാണുന്ന ഈ ഒരു ഹാൻഡിലിന്റെ പീസ് മാറിയിട്ടില്ല. ബാക്കി ഹാൻഡിലും ഡിസ്പ്ലേ മാറിയിട്ടില്ല. ബാക്കി ഇതിൽ ഇല്ല, മാറിയിട്ടില്ല. ഇല്ല ഇല്ല, മാറിയില്ല. ഇല്ല ഇല്ല, അതിൽ പൊട്ടല് മാത്രമല്ല, അതിലൊരു വരച്ചിൽ പോലും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും മാറിയില്ല. ഇത് ഇപ്പോഴും ആശ്ചര്യമാണ് ആ ഒരു ആക്സിഡന്റ് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മള് പ്രതീക്ഷിക്കാത്ത സാധനങ്ങളെല്ലാം മാറേണ്ടി വന്നു. പക്ഷേ സാധാരണ ഇത് മാറേണ്ടി വരണ ഒന്നും മാറിയതുമില്ല. ഏകദേശം ഇത്രയും സാധനങ്ങൾ മാറി. അത്യാവശ്യം നല്ലൊരു ഹെവി ആക്സിഡന്റും ആയിരുന്നു, നല്ലൊരു ഹെവി പണിയായിരുന്നു. ചിലപ്പോൾ ക്ലെയിമിന് കൊടുത്തപ്പോൾ പോലും അവർ ഇത്രയും എമൗണ്ട് ആവുമെന്ന് ചിന്തിച്ചു കാണൂല. എന്തായാലും അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൽ മാറിയത്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതുണ്ട്. സംഭവം ഹെവിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു പന്നി ഇടിക്കുമെന്ന് പറഞ്ഞാൽ ലോറികളൊക്കെ ഒന്ന് ഇടിക്കും. അത് പന്നി അടിച്ച് സുഖമായിട്ട് എടുത്തെങ്കിൽ പോകും, ലോറിക്ക് അത്ര ഡാമേജ് വരാറുള്ളൂ. ഇതെന്റെ ഒരൊറ്റ ഇടിയുണ്ട്, ആ പന്നി ചത്തുപോയി. എന്റെ ഇടി എന്ന് പറയത്തില്ല, അത് വന്നിടിച്ചതാണ്. എന്തായാലും ആ ഒരൊറ്റ ഇടിയുണ്ട്, അത് ചത്തുപോയി. അത് എങ്ങനെയാണെന്നോ എന്തോണെന്നോ എവിടെയാണ് ഇടിച്ചതെന്നോ ആർക്കും ഒരു ഐഡിയ ഇല്ല. എനിക്ക് പറഞ്ഞൂടാ. ആ സമയത്ത് സ്പോട്ടിൽ ആളില്ലായിരുന്നോണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും പറ്റിയില്ല. കാരണം ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ടയറൊക്കെ ഒടിഞ്ഞു പോയാലോ. ടയറൊക്കെ കയറി. പക്ഷേ ടയറിൽ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. ടയറിൽ ഇവിടെ ഒരു കീറലുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അത് മാറിയില്ല. ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ഇതിന്റെ വീഡിയോസ് കാണുമ്പോൾ അറിയാം, പഴയ വീഡിയോസ്, അന്നത്തെ ആക്സിഡന്റ് വീഡിയോസിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ സൈഡ് കാണുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ചെളിയാണ്. ഫ്രണ്ട് ഈ കാണുന്ന ഭാഗം മൊത്തം പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. അതുപോലെ ഈ ഒരു സൈഡ് ഫുള്ള് ചെളിയായിരുന്നു. പിന്നെ ബാക്കി ചെളി എൻ്റെ പുറത്ത് വരുന്നു. എന്താണ് സംഭവം ഇപ്പോഴും ഫ്രണ്ടില് ഇതിനെ വന്ന് ഇടിച്ച് ഇല്ല സൈഡിലേക്ക് തെറിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഞാൻ തെറിച്ച് പോയി. അങ്ങനെ എന്തോ ആണ്. എന്തായാലും ഞാൻ റോഡിന്റെ അങ്ങറ്റമായിരുന്നു, അത് കൂടുതൽ അറിയാനും വയ്യ. അപ്പോൾ നമ്മൾ ഇതിന്റെ എല്ലാ സ്ഥലവും നമ്മളിപ്പോൾ കവറായിട്ടുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റിയാൽ എങ്ങനെയാണ് അവരുടെ സർവീസ്, അതുൾപ്പെടെ നമ്മൾ വണ്ടിയുടെ ഫുള്ള് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒന്നും ഇതിലൊരു പ്രശ്നമായിട്ടോ ഒരു കംപ്ലൈന്റ് ആയിട്ടോ നമുക്ക് പറയില്ല. പക്ഷേ സർവീസ് ഒരു പ്രശ്നമാണ്. അല്ലാതെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രശ്നമില്ല. പ്രശ്നം മീൻസ് ഇത് കണക്ക് ഒരു എല്ലാം ചെയ്തു തന്നു. നമുക്ക് ഒരുപാട് തർക്കിക്കേണ്ടി ഒന്നും വന്നില്ല. വന്നിട്ടില്ല. നമ്മളുമായിട്ട് പല സ്ഥലത്തും ചിലപ്പോൾ അത് മാറത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വന്നിട്ടില്ല. അവരെല്ലാം മാറി തന്നു. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടുണ്ട്. ആക്സിഡന്റ് പറ്റിയാൽ ഉള്ള ഒരു വാഹനം വാങ്ങി അതിന്റെ 1-2 സർവീസ് കഴിഞ്ഞിട്ട് മറ്റു കുറച്ച് കംപ്ലൈന്റിന്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് കാര്യം, ഇതുൾപ്പെടെ എല്ലാം ഒരു മൊത്തത്തിൽ ഇപ്പോൾ ടോട്ടലി നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സിഡന്റ് കാര്യം മാത്രം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കാര്യം. കാരണം ഒരുപാട് ഡിലേ എടുത്തു. ഒരു വണ്ടി നമ്മൾ 2 വീലറൊക്കെ വാങ്ങിക്കാൻ ഡെയിലി യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഈ 2 മാസമൊക്കെ എടുക്കുക എന്ന് പറയുന്നത് നമുക്കൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യം. ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ്, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയത് സർവീസ് തന്നെയാണ്. സർവീസ് മോശമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് മോശമാണെന്നും പറയാൻ പറ്റൂല. പക്ഷെ നമ്മളുമായിട്ട് അവർ നല്ലതുപോലെ പാർട്സുകളൊക്കെ മാറി. നമ്മളൊന്നും അത് മാറണം, നിങ്ങളത് മാറിയില്ലേ എന്നത് ചോദിക്കേണ്ട അവസ്ഥ അങ്ങനെ ഒന്നും നമുക്ക് വന്നിട്ടില്ല. അവര് തന്നെ പറഞ്ഞു നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. സത്യത്തില് സർവീസിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല. അവരെ മിസ്റ്റേക്കാന്ന് പറയത്തില്ല. കാരണം പാനൽസ് അറിയാത്തത് അവർക്കൊന്നും ചെയ്യാൻ അത് തന്നെയാണ് അവർ ലാസ്റ്റ് പറഞ്ഞത്. അവരെന്ത് ചെയ്യാനാണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ അറിഞ്ഞില്ലേ, എല്ലാ സാധനങ്ങളും നമ്മൾ മാറിയതല്ലേ. അവർ ഓരോന്നും എടുത്തെടുത്ത് അവസാനമൊക്കെ ആയപ്പോൾ ഇത്രയും ഡിലേ വന്നപ്പോഴത്തേക്ക് അവർ തന്നെ പിന്നെ ഫോട്ടോസ് അയക്കുന്നു, വീഡിയോസ് അയച്ചു തരുന്നു. അപ്പോൾ അത് അവിടുത്തെ സ്റ്റാഫിന്റെ പ്രശ്നമൊന്നും പറയത്തില്ല.
ഇല്ല. കമ്പനീനെ കുറിച്ച് വന്നേ നമുക്ക് പറയത്തുള്ളൂ. സർവീസ് എന്തോ നമുക്കത് അങ്ങോട്ട് ബാക്കിയുള്ള സർവീസിന് കൊടുത്തപ്പോഴും നമുക്ക് അതങ്ങനെ തന്നെയാണ്, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ വാഷൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയത്തില്ല. എനിക്ക് അവിടെ നല്ല ഒന്നും അത്ര ഇതല്ല. വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട്, അതിനനുസരിച്ച് സർവീസ് സെന്റേഴ്സ് അവർ തുടങ്ങുന്നുണ്ട്. എന്നാലും പക്ഷേ ഈ ക്ലെയിം ഒക്കെ ഒരു സ്ഥലത്തൊക്കെ ഉള്ളൂ, ശരിയാവുന്നില്ല. അത് ഒരു പ്രശ്നമാണ് ഇതിന്റെ ക്ലെയിം എപ്പോഴും 1-2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. സർവീസ് സെന്റേഴ്സ് ഏകദേശം എല്ലായിടത്തും കൂടിയും ഇപ്പൊ ആച്ചിങ്ങിൽ പുതിയ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചാർജറുകൾ ആവശ്യം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശം ബാക്കി വണ്ടിയൊക്കെ ഇപ്പോൾ ഓക്കെയാണ്, വർക്കൊക്കെ ചെയ്തു തന്നു, അതെല്ലാം ഓക്കെ. അങ്ങനെയുള്ള ചെറിയ മിസ്റ്റേക്കുകളേ ഉള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ അവരുടെ മിസ്റ്റേക്ക് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഒരു ഇപ്പം നമുക്ക് വർക്ക് ചെയ്ത് തന്ന ടെക്നീഷ്യന്റെ മിസ്റ്റേക്ക് അല്ല സത്യത്തിൽ. ഡിസൈനിങ്ങിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്, ഇഷ്യൂസ് ഒക്കെ ആയിരിക്കാം മേ ബി. എന്തായാലും ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമ്മൾ വീണ്ടും പഴയതുപോലെ വണ്ടി രണ്ടാമത് പണിഞ്ഞിറങ്ങിയപ്പോൾ പുതിയതുപോലെയായി. ഇനി ഒരു വർഷം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് ചാർജർ ലോക്ക് ആവുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എപ്പോഴാണോ അതിപ്പം നമുക്ക് ഒന്നും കൂടെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് കൊണ്ടുപോകണം. അതാണ് ഒരു മെയിനായിട്ട് ഇതിൽ ഇനി ഒരു വർക്കുള്ളത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ, അതായത് ഇത് ഡിസൈൻ ചെയ്ത് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ദേ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതൊരു വലിയ ബുദ്ധിമുട്ടാണത്. അതിന്റെ ഒരു രൂപം മാറും, പക്ഷെ എന്നാലും ഒരു ദിവസം ഒരു മഴയത്ത് ഒരു ദിവസം ഓടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി കഴുകാതെ വെളിയിൽ ഇറക്കാൻ പറ്റൂല. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാഷ് ചെയ്യാതിരുന്നത്. ഇനി വേണം വാഷ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ അധികം പറയാനില്ല. ഇനിയുള്ളത് നമ്മൾ വേറെ 1-2 വണ്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് ആയിട്ടുണ്ട്. സർവീസിന് ശേഷം അതിൻ്റെ ബാക്കി അപ്ഡേറ്റുമായിട്ട് വരാം.